ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗാണ്. ചായ കുടിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചായയൊന്നും അങ്ങനെ കുടിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ. രാവിലത്തെ പാല് ബാക്കി വന്നപ്പോഴത്തേനും അതിട്ട് കുടിച്ചതാണേ. അപ്പോൾ നമ്മുടെ കിച്ചൻ്റെ മേക്കറൊക്കെ കഴിഞ്ഞായിരുന്നേ. കാണാത്തവരുണ്ടെന്ന് കണ്ടു നോക്കണേ. അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു. ഇനി നേരെ പണിയിലോട്ടാണേ. ഒരു സ്റ്റാൻഡ് എനിക്ക് കഴുകണം, അതിന് വേണ്ടിയിട്ടാണേ. അപ്പം ഞാൻ ഈ രാവിലെ തൊട്ട് ഉച്ചവരെയൊക്കെ നല്ല ബിസിയായിരുന്നു, നല്ല ജോലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് അതിൻ്റെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഈവനിങ് തൊട്ടുള്ള വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണേ. അപ്പോൾ ഞാനിപ്പോൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ജിത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് രാവിലെ എണീച്ച് പോകണമായിരുന്നു. അപ്പോൾ രാവിലെ ചോറൊക്കെ വെക്കണം വെളുപ്പിന് എഴുന്നേറ്റ്. അതുകൊണ്ട് അമ്മയായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ജിത്തിന് വൈകിട്ട് പോയാൽ മതി ജോലിക്ക്. അതുകൊണ്ട് തന്നെ അമ്മ ചോറ് വെച്ചിട്ട് പോകും. കറികൾ ചിലപ്പോൾ ഞാനാണേ ഉണ്ടാക്കുന്നത്. ഞാൻ എഴുന്നേറ്റാൽ കൂടെ മോനും എഴുന്നേക്കും. അപ്പം പാടാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. എന്ന് വെച്ചാൽ ആൾ പിന്നെ ചെയ്യാനൊന്നും സമ്മതിക്കത്തില്ല. പിന്നെ ആളുടെ കൂടെ തന്നെ ഞാൻ നിൽക്കണം. അങ്ങനെയൊക്കെയാണ്. നിങ്ങളുള്ളവർക്കൊക്കെ എന്തായാലും അറിയാൻ പറ്റും അതിൻ്റെ പാടൊക്കെ. പിന്നെ ഓരോ പിള്ളേരും ഓരോ സ്വഭാവമായിരിക്കുമേ. എല്ലാ പിള്ളേരും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. പലർക്കും പല സ്വഭാവമൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് അതിനനുസരിച്ച് ഓരോ ജോലികളൊക്കെ ചെയ്യാനും പറ്റത്തുള്ളൂ. നേരത്തെയൊക്കെ ജോലി ചെയ്യുമ്പോൾ ഞാൻ മോനെ കൂട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കൊരു സന്തോഷമായിരിക്കും. ഇതാകുമ്പോഴത്തേനും മോനുമായിട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ജോലിയും തീരും. പിന്നെ ആൾ അവിടെ നിന്ന് സൈഡിൽ നിന്ന് ഇതേനെ കളിക്കത്തേക്കേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് പിന്നെ വലിയ ശല്യമായിട്ട് തോന്നത്തില്ല. ഇതൊക്കെ ആകുമ്പോൾ ഡേഞ്ചറായിട്ടുള്ള പണിയൊന്നും വരല്ലോ. എനിക്കാണെങ്കിൽ വീട്ടിൽ ഇരുന്ന് ബോറടിച്ച് തുടങ്ങി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പണിയുണ്ടെങ്കിൽ ഞാൻ തന്നെ കണ്ടുപിടിച്ചങ്ങ് ചെയ്യും. 2.5 വർഷമായിട്ട് വീട്ടിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബോറടിച്ച് തുടങ്ങുന്നുണ്ട്. നേരത്തെയൊക്കെ ആയാലും ഞാൻ ജോലിക്കൊക്കെ പോകുമായിരുന്നു. പിന്നെ അതിന് മുന്നേ പഠിക്കാനൊക്കെ പോകുമായിരുന്നു. ഇത് കണക്ക് വീട്ടിലിങ്ങനെ നിന്നിട്ടില്ല. മോനുള്ളതുകൊണ്ട് തന്നെ ഒന്നിനും ഇറങ്ങാനൊന്നും പറ്റത്തില്ല. മോനെ ഞാൻ തന്നെ നോക്കണം, വേറെ ആരുമില്ല നോക്കാനായിട്ട്. അതുകൊണ്ട് പിന്നെ വീട്ടിൽ ഇരുന്നേ പറ്റത്തുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് എനിക്കിനി ഈ വാഷിംഗ് ബേസിൻ്റെ സൈഡൊന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. വാഷിംഗ് ബേസിൻ്റെ സൈഡാണെങ്കിൽ ഒരുമാതിരി ഭംഗിയില്ലാത്ത രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചൊന്ന് ഭംഗിയാക്കണമെന്ന് തോന്നി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മാറ്റ് മേടിച്ചത്. അപ്പം എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒട്ടിച്ച് കഴിഞ്ഞാലേ അറിയത്തുള്ളൂ. അപ്പോൾ ഞാൻ ഡബിൾ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഒട്ടിച്ചാൽ നിൽക്കുമെന്ന് അറിയത്തില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഒട്ടിയില്ലെങ്കിൽ ആണിയൊക്കെ അടിച്ച് സെറ്റാക്കണം. 2 മാറ്റാണ് കിട്ടിയത്. 2 കൂടി 200 സംതിങ് ആണ് ആയിട്ടുള്ളത്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ. വീഡിയോയിൽ ഇതിൻ്റെ കറക്റ്റ് കളർ അറിയുന്നില്ലേ, ഡാർക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇത് കറക്റ്റ് ഒരു ഗ്രീൻ കളറാണ്. ഇടയ്ക്ക് ഷെയ്ഡ് മാറുന്നുണ്ടായിരുന്നേ. ആദ്യമേ ഞാനിവിടെ വാൾപേപ്പർ ഒട്ടിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ വാൾപേപ്പർ ആകുമ്പോഴത്തേനും ആ ഒരു സൈഡ് മാത്രം വരുമ്പോഴത്തേനും ബോറായി പോകുമല്ലോ, അല്ലെങ്കിൽ മൊത്തത്തിൽ ഒട്ടിക്കണം. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഈ മാറ്റ് പിന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തത്. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതാകുമ്പോൾ ഒരു പോസിറ്റീവ് ഫീൽ കിട്ടും നമുക്ക്. എപ്പോഴും പോസിറ്റീവായിട്ടിരുന്നാലേ നമുക്ക് ജോലിയൊക്കെ ചെയ്യാനേ തോന്നത്തുള്ളേ. എന്തായാലും പണിയൊക്കെ നമ്മൾ തന്നെ ചെയ്യണം, വേറെ ആരും ചെയ്തു തരാനും പോകുന്നില്ല. അപ്പം നമ്മളത് മടി പിടിച്ചിരുന്നാൽ ഒന്നും നടക്കത്തില്ല, പണി കൂടത്തേ ഉള്ളൂ. അപ്പം നമ്മൾ അന്നേരം ഓരോ ജോലികളൊക്കെ തീർക്കാൻ നോക്കണം. ഇവിടെ ഇരുന്ന മിററാണ്, അത് തന്നെ വെക്കുന്നുണ്ട്. അപ്പോൾ ആ മിററൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ മാറ്റൊന്ന് സെറ്റ് ചെയ്തത്. നേരത്തെ എന്ന് പറയുമ്പോഴത്തേന് ഈ മതിലിൻ്റെ കളറും ആ മിററിൻ്റെ കളറും ഒന്നാണ്ട് ആ ഫ്രെയിം അങ്ങോട്ട് അറിയുന്നില്ലായിരുന്നു. അപ്പം ഈ ഗ്രീനിൻ്റെ മാറ്റ് വെച്ചപ്പോഴത്തേനും അത് നല്ല രീതിക്ക് അറിയുന്നുണ്ട്. പിന്നെ 2 പ്ലാന്റ്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഇവിടെ ഇരുന്ന പ്ലാന്റ്സ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇത് തൂക്കാനായിട്ട് പോവുകയാണേ. ചവറൊന്നുമില്ല, എന്നാലും തൂത്ത് കഴിയുമ്പോഴത്തേനും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് തൂക്കുന്നത്. തീർച്ചയായിട്ടും പുറത്തുനിന്ന് കളിക്കുവാണെങ്കിൽ പിന്നെ നമ്മുടെ ചെടിയെല്ലാം പറിച്ച് ചവറൊക്കെ ഉണ്ടാക്കുകയോ അപ്പോഴത്തേനും തൂക്കുമ്പോഴത്തേനും രസവുമാണ്. ഇതിപ്പോൾ 2 ദിവസമായിട്ട് മോൻ പുറത്തൊന്നും ഇറങ്ങുന്നില്ലായിരുന്നേ. നമ്മുടെ രാഷ്ട്രപതി പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഹെലികോപ്റ്ററൊക്കെ പോയായിരുന്നല്ലോ. അപ്പോൾ താഴെക്കൂടെ പോയതുകൊണ്ട് ഭയങ്കര സൗണ്ടായിരുന്നേ. അപ്പം ഞാനാണെങ്കിൽ മോനെ അതൊന്ന് കാണിച്ചു കൊടുക്കാൻ നിന്നു. അപ്പോൾ ആൾ ആദ്യമായിട്ടാണ് അത് കാണുന്നത്. അപ്പോൾ ഞാൻ വലിയ സൗണ്ടൊക്കെ വെച്ചിട്ടാണ് അത് കാണിച്ചു കൊടുത്തത്, ഒരു പേടിപ്പിക്കുന്ന രീതിയിൽ. അതിനുശേഷം ആളങ്ങ് ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ആളിങ്ങനെ പേടിക്കുന്നത്. ഇതുവരെയായിട്ട് അങ്ങനെ പേടിച്ച് കണ്ടിട്ടില്ല. കാർട്ടൂണൊക്കെ കാണുമ്പോൾ ചില ക്യാരക്ടറൊക്കെ പേടിച്ച് കരയാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഇത്രയും 2 ദിവസം അടുപ്പിച്ചൊന്നും പേടിച്ച് ഇങ്ങനെ നിൽക്കാറില്ലായിരുന്നു. ഇതാൾ പുറത്തേ ഇറങ്ങുന്നില്ല. ഇനി അത് മാറ്റിയെടുക്കണം. സ്റ്റാൻഡ് വെച്ചത് കറക്റ്റായില്ല കേട്ടോ. അതുകൊണ്ട് തല കിട്ടുന്നില്ലായിരുന്നേ. ഞാൻ പിന്നീടാണ് ഇത് ശ്രദ്ധിച്ചത്. രാവിലെ തൊട്ടുള്ള വീഡിയോ എടുക്കാനായിട്ടാണ് ഇരുന്നത്. പക്ഷേ ജോലിയുടെ ഇടയിൽ അതൊന്നും പറ്റിയില്ല. പിന്നെ ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേനും ഫ്രീ ആവുമല്ലോ, അന്നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തതാണ് ഈ വീഡിയോ. ഞാൻ ആഴ്ചയിൽ ഒരു വീഡിയോ ആണ് ഇടുന്നത്. അതേപോലെ തന്നെ നല്ല ലെങ്ത് കുറച്ചിട്ടാണ് ഇടുന്നത്. വലിച്ചു നീട്ടി ഇടാറില്ല. നിങ്ങളെ കണ്ട് ബോറടിപ്പിക്കണ്ടല്ലോ, അങ്ങനെ അത് വിചാരിച്ചിട്ടാണ്. നമ്മളെ അറിയാത്തവരാണ് കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട്.
1K മുകളിലോട്ടായിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സൊക്കെ. ഇനി നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കണം. ഇതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണേ. അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ജിത്ത് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങിട്ടോ. അപ്പോൾ ദർശുട്ടനാണെങ്കിൽ കരയാണ്. പിന്നെ ആളേനെ സമാധാനിപ്പിച്ച് കുറച്ച് നേരം കളിപ്പിക്കുകയൊക്കെ ചെയ്തേ. അത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നേ. പെട്ടെന്ന് കഴുകിയെടുക്കുവാണേ. സന്ധ്യയാവുന്നതിന് മുമ്പ് കുളിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വിളക്കൊക്കെ കത്തിക്കണം. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണേ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാവേ. അപ്പോഴേക്കും ബായ്.